ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് സിദ്ദിഖ് ഹാജരായത്. ചോദ്യം ചെയ്യലിനായി പിന്നീട് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് പോയി. അഖിൽ ഷാ അൻസാർ വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, നേരത്തെ തന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്നദ്ധനാണ് എന്നറിയിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നോട്ടീസ് ലഭിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, ഇന്ന് രാവിലെ 9:30 നടൻ സിദ്ദിഖ് തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിൽ ഹാജരായത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സിദ്ദിഖിന് നോട്ടീസ് അയച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തന്നെ ഈ പറയുന്ന ചോദ്യം ചെയ്യലിന് സന്നദ്ധത സിദ്ദിഖ് പുലർത്തിയിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ കത്ത് ലഭിച്ചിരുന്നില്ല. കത്ത് ലഭിച്ചതിന് പിന്നാലെയാണ് ഈ ചോദ്യം ചെയ്യലിനായി ഇന്ന് രാവിലെ 9:30 തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിൽ ഹാജരായത്. ഈ നർക്കോട്ടിക്സ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് രാവിലെ എത്തിയത്. രാവിലെ എത്തി കുറച്ചു നേരം തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ കന്റോൺമെന്റ് സ്റ്റേഷന്റെ മുകളിലുള്ള കൺട്രോൾ റൂമിലാണ് നിലവിൽ സിദ്ദിഖ് ഉള്ളത്. ഇവിടെ വെച്ചാകും ചോദ്യം ചെയ്യൽ നടക്കുക എന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്കിതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. നമുക്ക് അറിയുന്നത് പോലെ തന്നെ വലിയ വിവാദങ്ങൾക്ക് ശേഷം, വലിയ കോളിളക്കങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ സിദ്ദിഖ് ഈ കേസുമായി ബന്ധപ്പെട്ട്, ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും സുപ്രീം കോടതിയുടെ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ്. അത്തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല നടപടി കൂടി ഉണ്ടായതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് സിദ്ദിഖ് ഹാജരാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എത്ര നേരം ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകും? മറ്റേതെങ്കിലും നടപടി, ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും അതിൽ പോലീസായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് അറിയിക്കുക. നേരത്തെ നമ്മൾ സിദ്ദീഖിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ സിദ്ദീഖ് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. നേരത്തെ പല ഘട്ടങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയും ഏതെങ്കിലും തരത്തിൽ സിദ്ദീഖ് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാകും നടത്തുക. നർക്കോട്ടിക്സ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുക. എന്തായാലും നിലവിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ മുകളിലുള്ള കൺട്രോൾ റൂമിലാണ് ഉള്ളത് സിദ്ദീഖ് ഉള്ളത്. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരടക്കം നിലവിൽ അവിടെ എത്തും എന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ചോദ്യം ചെയ്യൽ അത് ഉടൻ ആരംഭിക്കും. എത്ര നേരം അത് കൊണ്ടുപോകുമെന്നറിയില്ല. നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇന്ന് ഈ ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്നുള്ള കാര്യമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് ഇന്ന് കടക്കില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് പോലീസ് നീങ്ങും എന്നുള്ള കാര്യവും നിലവിൽ നമ്മളെ അറിയിക്കുന്നുണ്ട്. അനുജ. അഖിൽ ഷാ, ഇന്നിപ്പോൾ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ല, ചോദ്യം ചെയ്ത് വിട്ടയക്കും എന്നാണ് അഖിൽ ഷാ പറഞ്ഞത്. എങ്കിൽ പോലും ഒരു അറസ്റ്റിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിൽ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. 2 ആഴ്ചത്തേക്ക് അറസ്റ്റിൽ നിന്ന് സംരക്ഷണമുണ്ട്. അപ്പോൾ അത് വിചാരണ കോടതിയിൽ പോയി ജാമ്യം എടുക്കുക എന്നതിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഈ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ പറഞ്ഞ ചില നിബന്ധനകളുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടി കൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. സിദ്ദീഖ് എന്തായാലും നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു ചോദ്യം ചെയ്യൽ അത് ഇന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ നമ്മളെ അറിയിക്കുന്നത്. സിദ്ദീഖ് രാവിലെ തന്നെ അത്തരത്തിൽ പോലീസ് ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ലഭിച്ചതുകൊണ്ടുമാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ തന്നെ കമ്മീഷണർ ഓഫീസിൽ ഹാജരാവുകയും ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് സന്നദ്ധത അറിയിച്ച് ഇവിടെ എത്തുകയും ചെയ്തത്. ഇന്ന് രാവിലെ സ്വന്തം വാഹനത്തിൽ ആണ് സിദ്ദീഖ് ഇവിടെ എത്തിയത്. മകനും അതുപോലെ തന്നെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളും സിദ്ദീഖിനൊപ്പം ഉണ്ടായിരുന്നു. കമ്മീഷണർ ഓഫീസിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സിദ്ദീഖിനെ ഇവിടെ ഈ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെയാകും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസുമായി ബന്ധപ്പെട്ട്, അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് നമ്മളെ അറിയിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിലെ ഒരേ ഒരു പ്രതി കൂടിയാണ് സിദ്ദീഖ്. നമുക്കറിയാം, ഗുരുതരമായ ആരോപണമാണ് യുവനടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിലാ തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂമായി ബന്ധപ്പെട്ടെത്തുമ്പോഴാണ് ഈ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഒരു ഈ ബലാത്സംഗ ശ്രമം നടക്കുന്നതെന്നുള്ളതാണ് ഈ നടിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ഗുരുതരമായ അല്ലെങ്കിൽ ഇത് സാക്ഷ്യപ്പെടുത്തുന്ന ചില തെളിവുകളും ലഭിച്ചിരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ വിശദമായ അന്വേഷണമാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് പിന്നാലെ സിദ്ദീഖ് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചു മുൻകൂർ ജാമ്യത്തിനായി. പക്ഷെ ഹൈക്കോടതി
ഈ നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ മുൻകൂർ ജാമ്യ ഹർജി അത് തള്ളുകയാണ് ഉണ്ടായത്. അതിന് പിന്നാലെ പോലീസ് സിദ്ദീഖിനെ പിടികൂടാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും എവിടെയും എത്തിയിരുന്നില്ല. ദിവസങ്ങളോളം സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ സിദ്ദീഖിനെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പോലീസിന് അത് വലിയ തലവേദനയാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു. അതിന് പിന്നാലെയാണ് സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു നടപടി അല്ലെങ്കിൽ അനുകൂലമായൊരു നിലപാടുണ്ടാവുകയും മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ ചോദ്യം ചെയ്യാൻ തയ്യാറാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ സിദ്ദീഖ് അറിയിക്കുന്നതും തൊട്ടു പിന്നാലെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ചോദ്യം ഇപ്പോൾ 22-ാം തീയതിയാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി വിശദവാദം കേൾക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും നിലപാട് വളരെ പ്രധാനപ്പെട്ടതാകാൻ പോകുന്നു. കാരണം തുടർ നിലപാട് കോടതി സ്വീകരിക്കാൻ പോകുന്നത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകും. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനും അന്വേഷണ സംഘത്തിനും വളരെ നിർണായകമല്ലേ ഇന്നത്തെ ഈ ദിവസം, ഈ ചോദ്യം ചെയ്യൽ? അനുജ, തീർച്ചയായിട്ടും നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ആരോപണങ്ങൾ അത് ഗുരുതരമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ചില തെളിവുകൾ, ചില സാക്ഷിമൊഴികളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. നമ്മൾ ആ വാർത്തകളൊക്കെ നേരത്തെ നൽകിയതാണ്. അതുകൂടി വെച്ചുകൊണ്ടാകും പോലീസ് ഇക്കാര്യത്തിൽ സിദ്ദീഖിനെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോലീസിനും വലിയ തലവേദനയായ ഒരു സംഭവം അല്ലെങ്കിൽ വലിയ തലവേദനയായ ഒരു കേസാണ്. ആ കേസ് അത് ഇത്തരത്തിൽ അതിന് ഏത് തരത്തിൽ വളരെ ഗുരുതരമായ ഒരു വിഷയമാകുമ്പോൾ അതിനെ കുറെ കൂടെ കാര്യമായ ഒരു പരിഗണനയോടുകൂടി കുറച്ചുകൂടി വിശദമായ ഒരു ചോദ്യം ചെയ്യലാകും സിദ്ദീഖിന് നേരെ ഉണ്ടാവുക. അതിൽ വളരെ ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാകും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കേണ്ടത്. സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദീഖിനെ സംബന്ധിച്ച തെളിവുകളൊക്കെ ഉണ്ട്. ആ തെളിവുകൾ എങ്ങനെ സിദ്ദീഖ് അതിനെ പ്രതിരോധിക്കുന്നു, ഏത് തരത്തിലാണ് ആ ചോദ്യങ്ങളെ നേരിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. ബലാത്സംഗ കേസിലാണ് കമ്മീഷണർ ഓഫീസിൽ ആദ്യം ഹാജരായി, പിന്നീട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്നത്തെ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിനും സിദ്ദീഖിനും നിർണായകമാണ്.